നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ടുവേർഡ്സ് എ 100-fold yield എന്ന യൂണിറ്റിലെ ലെറ്റേഴ്സ് ആസ് എ സോൾവിങ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജൈവ കീടനാശിനിയുമായിട്ട് ബന്ധമില്ലാത്ത താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്. താഴെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ജൈവ കീടനാശിനി അല്ലെങ്കിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സുമായിട്ട് ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആ യൂണിറ്റൊക്കെ വായിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ നമ്മൾ ഈ ലെറ്റേഴ്സ് ആസ് എ സോൾവിങ് ചെയ്യാൻ വേണ്ടി വരേണ്ടത് കേട്ടോ. അപ്പോൾ അത് മൊത്തം പഠിച്ചിട്ട് വന്ന് നമുക്കിതിൻ്റെ ആൻസേഴ്സൊക്കെ സിമ്പിളായിട്ട് കിട്ടും. നമ്മൾ ആ യൂണിറ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ഉൾപ്പെടുത്തി വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 3 പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും ആ 3 പാർട്ടുകളിലായിട്ടുള്ള വീഡിയോസിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സ്. ഇത് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം. നമുക്കിത് വീട്ടിൽ നിർമ്മിക്കാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ? അടുത്തത് റിക്വയർഡ് എ ലാർജ് ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റി വളരെ കൂടുതൽ വേണം. അതായത് കൂടുതൽ ഓർഗാനിക് ഫെർട്ടിലൈസർ നമുക്ക് ആവശ്യമുണ്ട്. റിക്വയർഡ് ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ വേണം. അടുത്തത് ഡെസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. സോയിലിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. അടുത്തത് കനോട്ട് അപ്ലൈ ദ റിക്വയർഡ് കമ്പണൻറ്റ് എലോൺ. ഒരൊറ്റ കമ്പണൻറ്റ് മാത്രമായിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൽ നിന്ന് ഓർഗാനിക് ഫെർട്ടിലൈസറുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഡെസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ എന്നുള്ളതാണ്. കാരണം ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്താൽ അത് സോയിലിൻ്റെ സ്ട്രക്ചറിനെ ഡെസ്ട്രോയ് ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നില്ല. അത് കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് എന്ന് പറയുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലെങ്കിൽ നമ്മുടെ രാസ കീടനാശിനിയാണ് സോയിൽ സ്ട്രക്ചറിനെയൊക്കെ ബാധിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്തത് മാച്ച് ദ ഫോളോയിങ്. നമ്മളെ ടെക്സ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ഒരു സർക്കിളിൽ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? സെക്ടേഴ്സായിട്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അത് പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ്? എപ്പിക്കൾച്ചർ, ക്യൂണിക്കൾച്ചർ, സെറികൾച്ചർ, പിസിക്കൾച്ചർ. ഇതിനൊക്കെ നമുക്ക് മാച്ച് ചെയ്യണം. എന്താണ് എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ? റിയറിങ് ഓഫ് ഹണി ബീസ് ആണ് എന്ത് പറയുന്നത്? എപ്പിക്കൾച്ചർ. അതായത് നമ്മുടെ തേനീച്ച വളർത്തലല്ലേ, തേനീച്ച വളർത്തലിന് പറയുന്ന ശാസ്ത്രീയ സയൻറ്റിഫിക് ആയിട്ടുള്ള പേരാണ് എന്തോന്ന്? എപ്പിക്കൾച്ചർ. ഇനി ക്യൂണിക്കൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് റാബിറ്റ്സ്. മുയൽ വളർത്തലിന് ശാസ്ത്രീയമായി പറയുന്ന വേർഡാണ് ക്യൂണിക്കൾച്ചർ. അടുത്തത് സെറികൾച്ചർ എന്ന് വെച്ചാൽ റിയറിങ് ഓഫ് സിൽക്ക് വേം എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴുവിൻ്റെ കൃഷിക്ക് പറയുന്ന പേരാണ് സെറികൾച്ചർ. അടുത്തത് പിസിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിങ് ഓഫ് ഫിഷ് ഉണ്ടല്ലോ, മത്സ്യം ശാസ്ത്രീയമായി വളർത്തുന്ന ആ ഒരു രീതിക്ക് പറയുന്ന പേരാണ് പിസിക്കൾച്ചർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതേപോലെ വേറെ കുറേ ഐറ്റംസ് അതിൻ്റെ അത് കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് പഠിക്കണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. യു ഹാവ് ലേൺഡ് അബൌട്ട് ലെയറിങ് അല്ലെങ്കിൽ പതിവയ്ക്കൽ. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. പഠിച്ചിട്ടുണ്ട്. അതിൽ എ ബി എന്നിങ്ങനെ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ആ ലെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിങ് ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, കണ്ടോ? ആ ഫിഗറിൽ ഏത് ടൈപ്പ് ലെയറിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, മനസ്സിലാക്കണം. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? വൈൽ ലെയറിങ് ഇൻ ദിസ് വേ. ഈ രീതിയിൽ നമ്മൾ ലെയറിങ് ചെയ്യുമ്പോൾ അറ്റ് വിച്ച് പൊസിഷൻ ഷുഡ് വി കട്ട് ദ പ്ലാന്റ്. ഈ പ്ലാന്റിനെ നമ്മൾ ഏത് പൊസിഷനിൽ വെച്ച് കട്ട് ചെയ്യും? എ, ബി ഓർ സി. എ പൊസിഷനിലോ ബി പൊസിഷനിലോ സി പൊസിഷനിലോ അതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഫിഗറിൽ. ആ മാർക്ക് ചെയ്തിട്ടുള്ളതിൽ ഏത് പൊസിഷനിൽ വെച്ചാണ് നമ്മൾ ആ ന്യൂ പ്ലാന്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്? ഇതാണ് ഇവിടുത്തെ 2 ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കിയാലോ. ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിങ് ഷോൺ ഇൻ ദ ഫിഗർ. ഏത് ടൈപ്പ് ഓഫ് ലെയറിങ് ആണ്? സെർപ്പൻറ്റൈൻ ലെയറിങ്. സെർപ്പൻറ്റൈൻ ലെയറിങ് എന്ന് പറയുന്ന ഒരു ലെയറിങ് ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നാഗപതിവയ്ക്കൽ, മലയാളത്തിൽ നാഗപതിവയ്ക്കൽ എന്ന് പറയും, അല്ലെങ്കിൽ സെർപ്പൻറ്റൈൻ ലെയറിങ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. അടുത്ത ബി ക്വസ്റ്റ്യൻ എവിടെ വെച്ച് നമ്മൾ പുതിയ പ്ലാന്റിനെ കട്ട് ചെയ്ത് മാറ്റും എന്നുള്ളതാണ്.
എ ആണോ, ബി ആണോ, സി ആണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എവിടെ വെച്ചിട്ടാണ്? ബി എന്ന് പറയുന്ന അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പൊസിഷൻ ഇല്ലേ ആ ഫിഗറിൽ, അവിടെ വച്ചിട്ടായിരിക്കും നമ്മൾ പുതിയ ന്യൂ പ്ലാന്റിനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ ആണല്ലോ? അടുത്തത് ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ സ്റ്റോക്ക് ആൻഡ് സയൻ ഫ്രം എ ആൻഡ് ബി. എ, ബി എന്നിങ്ങനെ 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റോക്ക് ഏത്, സയൻ ഏതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റോക്ക് എന്നും എന്താണ് സയൻ എന്നും. റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക്. സയൻ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചെറിയ കമ്പ്, അതാണ് സയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറ, എയും ബിയിലും ഏതാണ് സ്റ്റോക്ക്, ഏതാണ് സയൻ എന്ന്? ആൻസർ എ ഈസ് ദ സയൻ ആൻഡ് ബി ഈസ് ദ സ്റ്റോക്ക്. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ റൂട്ടോട് കൂടിയ പ്ലാന്റ്, അപ്പോൾ ബി ആണ് സ്റ്റോക്ക്. ആ സ്റ്റെം എന്ന് പറയുന്നത് എ പോർഷനിലുള്ളതാണ്, എ ഫിഗറിലുള്ളതാണ്. അപ്പോൾ അതാണ് സയൻ. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ? ഈ മൽഗോവ എന്ന് പറയുന്ന നല്ല ഇനത്തിൽപ്പെട്ട ഈ മാവിനെ നമ്മളൊരു ലോക്കൽ വെറൈറ്റി മാംഗോ ട്രീയിൽ അറ്റാച്ച് ചെയ്താൽ എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് അതിൻ്റെ അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളത് ബി എന്നിട്ടേക്കുന്നതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇഫ് മൽഗോവ ഈസ് അറ്റാച്ചിങ് ടു ദ ലോക്കൽ വെറൈറ്റി, ഒരു ലോക്കൽ വെറൈറ്റി അല്ലെങ്കിൽ നാടൻ മാവിനത്തിൽ നമ്മൾ മൽഗോവ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ, ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോയിൽ ഒരു മൽഗോവ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വി ഗെറ്റ് ബിഗ് സ്വീറ്റ് മാംഗോസ്. വളരെ വലിപ്പമുള്ള സ്വീറ്റായിട്ടുള്ള നല്ല മധുരമുള്ള മാംഗോസ് ലഭിക്കും. അതായത് ഈ മൽഗോവയുടെ ക്വാളിറ്റി എന്താണോ ആ ക്വാളിറ്റിയുള്ള മാംഗോസ് നമുക്ക് ലഭ്യമാകും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബിഗ് സ്വീറ്റ് മാംഗോസ് നമുക്ക് ലഭിക്കും. ഓക്കെ ആണല്ലോ? അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദെയർ എനി മെറിറ്റ് ഇൻ അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് എ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ ടു ദ സെയിം വെറൈറ്റി? അതായത് ലോക്കൽ വെറൈറ്റിയിലുള്ള ഒരു മാംഗോ ട്രീയിൽ മറ്റൊരു ലോക്കൽ വെറൈറ്റിയിലുള്ള മാംഗോ ട്രീ പരസ്പരം അറ്റാച്ച് ചെയ്താൽ അവിടെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ലോക്കൽ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ മാവിനത്തിൽ നാടൻ മാവിനത്തിൻ്റെ തന്നെ ഒരു സ്റ്റെം കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അവിടെ അറ്റാച്ച് ചെയ്താൽ എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? ഈ ചെറിയ തൈച്ചെടിയാണ് ഇങ്ങനെ മുളച്ച് വരുന്നത് നാടൻ മാവിന്. അപ്പോൾ അത് വളർന്ന് വലിയൊരു മാവായി അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷേ വേറൊരു നാടൻ മാവിനത്തിൻ്റെ മെച്ചുറായിട്ടുള്ള സ്റ്റെമ്മാണ് നമ്മൾ കൊണ്ടുവന്ന് ഇതിൽ പ്ലേസ് ചെയ്യുന്നത്, ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫ്രൂട്ട് കിട്ടും, മാംഗോ കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടുത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താ എഴുതിയേക്കുന്നതെന്ന് നോക്കാം. യെസ്, അതായത് അഡ്വാൻറ്റേജ് ഉണ്ട്. യെസ്, ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. പെട്ടെന്ന് തന്നെ, വളരെ നേരത്തെ തന്നെ ഫ്ലവറിങ് എന്ന് വെച്ചാൽ പൂവിടുകയോ ആണെങ്കിൽ പൂവിടും. ഇനി ഫ്രൂട്ടിങ്, നമുക്ക് ഫ്രൂട്ട് തരികയാണെങ്കിൽ അത് കിട്ടും. അടുത്ത ഗ്രോ വെൽ ഇൻ അവർ സോയിൽ. നമ്മുടെ സോയിലിൽ വളരെ നന്നായിട്ട് വളരും. ദെൻ റിക്വേഴ്സ് ലിറ്റിൽ കെയർ. വളരെ കുറച്ച് പരിചരണമേ ആവശ്യമുള്ളൂ. ഇത് മൂന്നുമാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ, ഗീവ് എക്സാമ്പിൾ ഫോർ ഈച്ച്. പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന മെത്തേഡ്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, അത് ഓരോന്നിനും എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പെസ്റ്റ് എന്ന് വെച്ചാൽ കീടങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം, അതിനെ ഓരോന്നിനും എക്സാമ്പിൾ. നമുക്ക് നോക്കാം മെത്തേഡ്സ് ഏതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് പാർട്ട് 3 വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നിനും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ പെസ്റ്റ് കൺട്രോളിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് 3 മെത്തേഡ്സാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ്? ബയോളജിക്കൽ കൺട്രോൾ, ജൈവ നിയന്ത്രണം. 2 മെക്കാനിക്കൽ കൺട്രോൾ, യാന്ത്രിക നിയന്ത്രണം. 3ാമത്തത് പെസ്റ്റിസൈഡ്സ്, കീടനാശിനി ഉപയോഗിച്ച്. അപ്പോൾ ഈ 3 മെത്തേഡ്സിനെ കുറിച്ചും അതിൻ്റെ നോട്ടും ഒക്കെ നമ്മൾ ആ കഴിഞ്ഞ 3ാമത്തെ പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി വായിക്കുക, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക.